ജനകീയ പത്രം 14ാമത് വാർഷികം വിപുലമായി ആഘോഷിച്ചു. ഏറ്റുമാനൂർ NSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യം പലപ്പോഴും ഹനിക്കപ്പെടുന്ന കാര്യം പലപ്പോഴും നമുക്കറിയാം. നമ്മുടെ നാട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പത്രപ്രവർത്തകർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് ദുഷ്കരമായ ഒരുപാട് അനുഭവം ഉണ്ടാക്കി ഒരുപാട് പത്രപ്രവർത്തകർ തന്നെ നമ്മുടെ ഇടയിലുള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതുമാത്രമുണ്ട് സത്യത്തിൽ തുറന്നു പറഞ്ഞാൽ ഒരു കൃത്യമായ വാർത്ത കിട്ടണമെങ്കിൽ ഒരു പത്രം വായിക്കാൻ കൃത്യമായ വാർത്ത കിട്ടാത്തൊരു കാര്യം. 1, 2, 3 വാർത്തകൾ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ എവിടെയോ യഥാർത്ഥത്തിലുള്ള ഒരു സത്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുറത്തു പറഞ്ഞത് മാത്രമേ. അപ്പൊ അത്തരൊരു കാലഘട്ടത്തിൽ പത്രപ്രവർത്തന രംഗം തന്നെ അത്രമാത്രം സുസാധ്യമായ ഒരു കാലഘട്ടം. പല കാലഘട്ടത്തിലും അതിൻ്റെ ഒരു പോസ്റ്റർ പ്രൊഡക്ഷൻ ചിലവിൻ്റെ വലിയ വാർത്തകൾ നന്നായി സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ പത്രപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കേരളത്തിലെ മാധ്യമ പ്രസിദ്ധീകരണങ്ങൾക്കിടയിൽ 13 വർഷം സമൂഹത്തിലെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത് ജനങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതിൽ മുൻപന്തിയിലാണ് ജനകീയ പത്രം. 14ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സമൂഹത്തിലെ വ്യത്യസ്തമരായ 5 പ്രതിഭകൾക്ക് ജനകീയ പ്രതിഭാ പുരസ്കാരം നൽകി. ചീഫ് എഡിറ്റർ ആർട്സൺ പൊതി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ സണ്ണി എബ്രഹാം സ്വാഗതം പറഞ്ഞു. ബിഷപ്പ് ഡോക്ടർ പത്രോസ് കൊച്ചുതറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചീഫ് എഡിറ്റർ ആർട്സൺ പൊതിയുടെ പുസ്തക പ്രകാശനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിക്കുകയും ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസി തുമ്പാനത്ത് പുസ്തകം ഏറ്റുവാങ്ങി. NB തോമസ് ഏറ്റുമാനൂർ, അനിൽകുമാർ K. കൂത്താട്ടുകുളം, സണ്ണി അറയ്ക്കൽ ഇടുക്കി, ഡോക്ടർ ഷാഹിദ ആലപ്പുഴ, നവാസ് ഈരാറ്റുപേട്ട തുടങ്ങിയവർക്ക് ജനകീയ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. സംഘാടക സമിതി കൺവീനർ PK ജോയി കൃതജ്ഞത പറഞ്ഞു.